ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെ ഒരു ജോബ് ചാൻസിൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇതാണ് ഞങ്ങൾ ബിഷ്കക്കിൽ താമസിച്ച ഷാ പാലസ് ഹോട്ടൽ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഏകദേശം ഒരു 300 ദിർഹംസ് 305 ദിർഹംസിന് 2 ദിവസത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് അടക്കമാണ് കിട്ടിയത്. കുഴപ്പമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ ട്രിപ്പിൽ കഴിച്ചൊരു ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അത് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ വന്നത് പാൻഫിലോ എന്ന് പറഞ്ഞ ഒരു പാർക്കിലാണ്. ഇന്നലെ നമ്മൾ വന്ന ഓക്ക് പാർക്കിൻ്റെയും മലാത്തു സ്ക്വയറിനെയൊക്കെ അടുത്തായിട്ടുള്ള ഒരു പാർക്കാണിത്. അവിടെ കുറച്ച് പാർക്കിലുപരി കുറച്ചുകൂടി ഒരു എൻ്റർടൈൻമെൻറ്റ് പാർക്ക് എന്ന് പറയാം. കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള റൈഡ്സും അങ്ങനത്തെ കാര്യങ്ങളാണ് അവിടെ കാര്യമായിട്ടുള്ളത്. ജയൻറ്റ് വീലുണ്ട്, നമുക്ക് അതൊക്കെ കാണാൻ പറ്റും. നിങ്ങൾ ഓക്ക് പാർക്കിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വരാൻ പറ്റിയ ഒരു സ്ഥലത്താണ്. അധികം ദൂരം നടക്കാനോ ഒന്നുമില്ല. ഓക്ക് പാർക്കിന് തൊട്ടപ്പുറത്ത് കുറച്ച് മുൻപോട്ട് നടന്നു കഴിഞ്ഞാൽ ഈ പാൻഫിലോ പാർക്കിൽ എത്താൻ പറ്റും. ഇന്ന് നമ്മളെ സെൻട്രൽ ഏഷ്യൻ ട്രിപ്പിൻ്റെ അവസാനത്തെ ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ 15 ദിവസമായിട്ട് സെൻട്രൽ ഏഷ്യയിൽ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ എന്ന 3 രാജ്യങ്ങളാണ് ഞങ്ങളിപ്പോൾ 15 ദിവസമായിട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാര്യമായിട്ട് പറയുന്നത് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ഈ 3 രാജ്യങ്ങളെല്ലാം ഞങ്ങളുടെ എക്സ്പീരിയൻസ്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് ഞങ്ങളെ പ്ലാനാണ്. ഞങ്ങളിപ്പം ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം ഉസ്ബെക്കിസ്ഥാനിൽ ഇറങ്ങി അവിടുന്ന് ട്രെയിൻ മാർഗം കസാക്കിസ്ഥാനിലെത്തി, കസാക്കിസ്ഥാനിൽ നിന്ന് ബസ് മാർഗം കിർഗിസ്ഥാനിലെത്തി. അങ്ങനെയാണ് ഞങ്ങൾ ട്രാവൽ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ 15 ദിവസമാണ് ഈ 3 രാജ്യങ്ങളും സന്ദർശിക്കാൻ വേണ്ടി എടുത്തത്. അപ്പോൾ ഞങ്ങൾ ആദ്യം വന്നത് ഉസ്ബെക്കിസ്ഥാനിലെ സമർക്കണ്ടിലേക്കാണ്. സമർക്കണ്ടിൽ നിന്നും ഞങ്ങൾ താഷ്കൻഡ് എന്ന സിറ്റിയിലേക്ക് വന്നു. താഷ്കൻഡിൽ നിന്ന് ഞങ്ങൾ ബോർഡർ കടന്നിട്ട് ലാൻഡ് ബോർഡർ കടന്നിട്ടാണ് കസാക്കിസ്ഥാനിലേക്ക് എത്തുന്നത്. കസാക്കിസ്ഥാൻ ഞങ്ങൾ ബസ് മാർഗം കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിലും എത്തുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യം സമർക്കണ്ടിലേക്ക് വിസ ഉപയോഗിച്ചിട്ടാണ് വന്നത്. വിസയിൽ എനിക്ക് ഒരു പെരുന്നാൾ സമയമായതുകൊണ്ട് 2 പേർക്ക് 1030 ദിർഹംസാണ് ആയത്. തിരിച്ച് ഞാൻ ബിഷ്കക്കിൽ നിന്ന് അബുദാബിയിലേക്കുള്ള ഫ്ലൈറ്റിന് എനിക്ക് ആദ്യം ഏകദേശം 370 ദിർഹംസ് മാത്രമാണ്. ഞങ്ങൾ ദിവസം ഉണ്ടായിരുന്നത് ഉസ്ബെക്കിസ്ഥാനിൽ 4 ദിവസമായിരുന്നു ഉണ്ടായിരുന്നത്. കസാക്കിസ്ഥാനിൽ 5 ദിവസവും കിർഗിസ്ഥാനിലും 5 ദിവസമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ കാര്യമായിട്ട് കാണാനുള്ള സംഭവങ്ങൾ നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉസ്ബെക്കിസ്ഥാനിൽ കൂടുതൽ കാണാനുള്ളത്. അപ്പോൾ നിങ്ങൾ കസാക്കിസ്ഥാനിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് എൻജോയ് ചെയ്യാനുള്ളത് സിറ്റി ലൈഫാണ്. അവിടുത്തെ വില്ലേജ് ലൈഫ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ നല്ല നല്ല അടിപൊളി ലേക്സ് ഉണ്ട്. അവിടെ ഒരു കാനിയൻ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് സ്നോ എൻജോയ് ചെയ്യണമെങ്കിൽ സ്നോ എൻജോയ് ചെയ്യാനുള്ള സ്കീ റിസോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അവിടെ കസാക്കിസ്ഥാനിൽ എൻജോയ് ചെയ്യാൻ പറ്റും. കിർഗിസ്ഥാനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ മൗണ്ടെയിൻസ് ആണ് കാര്യമായിട്ടുള്ളത്. മൗണ്ടെയിൻസും നാച്ചുറലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. അതിന് പുറമെ അവിടെയുള്ള നല്ലൊരു ഇസക്കിൾ ലേക്ക് എന്ന് പറഞ്ഞ ലേക്ക് ഉണ്ട്. അത് നിങ്ങൾക്ക് റൗണ്ട് ചെയ്തിട്ട് ഡ്രൈവൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. വിസയുടെ കാര്യം പറയുകയാണെങ്കിൽ ഉസ്ബെക്കിസ്ഥാനിലേക്കാണെങ്കിൽ നിങ്ങൾ UAE റെസിഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓണറബിൾ വിസ കിട്ടും. പ്രത്യേകിച്ച് പ്രൊസീജിയറും കാര്യങ്ങളും ഒന്നുമില്ല. നിങ്ങളെ പാസ്പോർട്ടും എമിറേറ്റ്സ് ഐഡിയും കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ പറ്റും. കസാക്കിസ്ഥാനിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻസിന് അവിടെ 15 ദിവസം ഓണറബിൾ വിസ കിട്ടും. അതുകൊണ്ട് തന്നെ അവിടെയും നിങ്ങൾക്ക് വിസയുടെ ആവശ്യമില്ല. അപ്പോൾ കിർഗിസ്ഥാനിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ അവിടെ ഈ വിസ എടുക്കണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓണറബിൾ വിസ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഈ വിസ എടുത്ത് വെക്കണം. അപ്പോൾ ഇന്ത്യൻസിനാണെങ്കിൽ ഈ വിസ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ട്രാവൽ ഏജൻറ്റിനെ സമീപിച്ചിട്ട് അവരൊരു ഇൻവിറ്റേഷൻ ലെറ്റർ വേണം. ഇവിടുത്തെ ഒരു ട്രാവൽ ഏജൻറ്റിനെ സമീപിച്ചിട്ട് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ വേണം. അത് സംഘടിപ്പിച്ചാൽ മാത്രമേ ഇന്ത്യക്കാർക്ക് അവിടെ വിസ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ UAE റെസിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓണറബിൾ വിസ കിട്ടും. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലാൻഡ് ബോർഡറാണ് ക്രോസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. കിർഗിസ്ഥാനിലേക്ക് ലാൻഡ് ബോർഡറാണ് ക്രോസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ആദ്യമേ ഈ വിസ എടുക്കുകയാണ് ചെയ്തത്. $50 കൊടുത്തിട്ട് ഞാൻ ഈ വിസ എടുത്ത് വെക്കുകയാണ് ചെയ്തത്. അത് ഓൺലൈനായിട്ട് അപ്ലൈ ആവുന്നതാണല്ലോ. ഒരു 10 ദിവസത്തെ ഒരു കാലതാമസം ഉണ്ടാകും. അത് നിങ്ങൾ നോക്കേണ്ട കാര്യമാണ്. നിങ്ങൾ വിസക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലൈറ്റ് വഴിയൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടെ ഓണറബിൾ വിസ കിട്ടും. ഓണറബിൾ വിസൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എപ്പോഴും അവിടെ കൗണ്ടറിൽ തിരക്കായിരിക്കും. അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. നിങ്ങൾ ലാൻഡ് ബോർഡർ വഴി വരുമ്പോൾ ചിലപ്പം GCC റെസിഡൻറ്റ് എന്നുള്ള ഒരു ഇത് കിട്ടുമോ എന്ന് അറിയില്ല. എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഞങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ കസാക്കിസ്ഥാനിലേക്ക് ലാൻഡ് ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ എമിഗ്രേഷൻ കുറച്ചുകൂടി ഒരു ഭയങ്കര ഹാർഡായിരുന്നു തോന്നി. ഏകദേശം ഒരു 5 മിനിറ്റോളം എടുത്തിട്ടാണ് അവർ എമിഗ്രേഷനെ ഉസ്ബെക്കിസ്ഥാൻ സൈഡിൽ നിന്ന് ഞങ്ങൾ വിട്ടത്. അപ്പോൾ അവർ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. നമ്മൾ എമിറേറ്റ്സ് ഐഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു വിസ ചോദിച്ചു. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഓണറബിൾ വിസ ആയതുകൊണ്ട് വിസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എമിറേറ്റ്സ് ഐഡി ചോദിച്ചു. അവർ നല്ല രീതിയിൽ നമ്മളെ ഫോട്ടോയും നമ്മളെ മുഖം ഇങ്ങനെ മാറി മാറി നോക്കി. അത്രയും നോക്കിയതിന് ശേഷമാണ് എമിഗ്രേഷൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ അവിടുത്തെ ബോർഡർ എന്ന് പറഞ്ഞാൽ അത്ര ഒരു സുഖമുള്ള ബോർഡർ ഒന്നല്ല. നമ്മളൊരു ചന്തയിൽ
ട്രെയിനിൽ പോകുന്ന ഫീലാണ് അവിടുത്തെ ലാൻഡ് ബോർഡിൽ നിന്ന്. അവിടുത്തെ ലോക്കൽസ് ഒരുപാട് പേര് ഇങ്ങനെ നടന്ന് ക്രോസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഉസ്ബെക്കിസ്ഥാൻ കസാഖിസ്ഥാൻ ബോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ കസാഖിസ്ഥാനിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അവർ നല്ല രീതിയിൽ ഇമിഗ്രേഷൻ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, എന്തൊക്കെയാണ് എന്താ പർപ്പസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഭാഷ ഒരു പ്രശ്നമാണ്. നിങ്ങൾ ഇവിടെ വന്നാൽ എല്ലാവർക്കും ഇംഗ്ലീഷൊന്നും അറിയാൻ പറ്റില്ല. മീൻസ് ഇംഗ്ലീഷിൻ്റെ ഒരു ABCD പോലും അറിയാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഒരു വാട്ടർ എന്ന് പറഞ്ഞാൽ അത് വെള്ളമെന്ന് മനസ്സിലാക്കാനുള്ള ഇംഗ്ലീഷ് പോലും ഇവിടുത്തെ പല ആൾക്കാർക്കും ഇല്ല. അതേസമയം കുറച്ചുകൂടി യങ്ങർ ജനറേഷനൊക്കെ കുറച്ചുകൂടി ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കുകയും ഡീൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഹോട്ടൽസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ Booking.com വഴിയും അല്ലെങ്കിൽ Agoda വഴിയാണ് എല്ലാ ഹോട്ടൽസും ബുക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഹോട്ടൽസ് ആദ്യമേ ബുക്ക് ചെയ്തു. പിന്നെ ഞങ്ങൾ ലാസ്റ്റത്തേക്ക് ആയപ്പോൾ ഞങ്ങൾ എവിടെയാണോ എത്തുന്നത് ആ സമയത്ത് അന്നത്തെ ദിവസം വൈകുന്നേരമൊക്കെയാണ് ഹോട്ടൽ എടുത്തത്. നിങ്ങൾ നല്ല രീതിയിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 150 ദിർഹംസിന് താഴെ ഡബിൾ റൂമുകൾ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾ അങ്ങനെ സെർച്ച് ചെയ്തിട്ടാണ് എടുത്തത്. ഞങ്ങൾക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത റേറ്റിംഗുള്ള റൂമുകളാണ് നമുക്കെല്ലാം കിട്ടിയത്. ഞങ്ങൾ എടുത്ത എല്ലാ റൂമും ഏകദേശം ഒരു 150-160 ആണ് പെർ ഡേ മാക്സിമം ഉണ്ടായിരുന്നത്. അതിൻ്റെ താഴോട്ട് മാത്രമാണ് ഞങ്ങൾ എടുത്തത്. ചില സ്ഥലത്ത് ഞങ്ങൾ 90 ദിർഹംസിനും 60 ദിർഹംസിനും വരെ ഞങ്ങൾക്ക് ഡബിൾ റൂം കിട്ടിയിട്ടുണ്ട്. അതും ബ്രേക്ക്ഫാസ്റ്റ് അടക്കമുള്ള റൂമുകളും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അധികം ചീപ്പാണെന്ന് വെച്ചാൽ അതിൻ്റെ ഫെസിലിറ്റീസ് കുറച്ച് കുറയും. പിന്നെ ഹോട്ടൽ റൂം എടുക്കുമ്പം എന്താ പ്രശ്നം വെച്ചാൽ അവിടെ ഒരു മുസ്ലിം കൺട്രി ആണെങ്കിൽ കൂടി ഹാൻഡ് ഷവേഴ്സ് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ അത് വരുന്നതാണ് നല്ലത്. കാരണം 3 രാജ്യങ്ങളും ഹാൻഡ് ഷവർ വളരെ കുറവായിരുന്നു. ചിലപ്പോൾ 1-2 സ്ഥലങ്ങളൊക്കെ കിട്ടുക എന്നല്ലാതെ വളരെ റെയറായിട്ടാണ് നിങ്ങൾക്ക് ഹാൻഡ് ഷവേഴ്സൊക്കെ കിട്ടിയത്. പിന്നെ നിങ്ങൾ റൂം എടുക്കുന്ന ലൊക്കേഷൻ അനുസരിച്ചും റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ നോക്കിയതിന് ശേഷമാണ് അധികം ദൂരം അല്ലാത്ത സിറ്റി സെൻ്ററൊന്നും അധികം ദൂരമില്ലാത്ത രീതിയിൽ പിന്നെ റൂം എടുക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാത്ത റേറ്റിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓരോ രാജ്യത്തിൽ പിന്നെ ഉള്ളിലെ യാത്രയുടെ കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ 3 രാജ്യങ്ങളിലും അത്യാവശ്യം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അടിപൊളിയാണ്. കുറച്ചുകൂടി ബസ്സാണെങ്കിലും ട്രെയിൻ ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളിപ്പോൾ താഷ്കൻഡിലും അല്ലെങ്കിൽ അൽമാട്ടിയിലാണെങ്കിൽ അവിടെ മെട്രോ ഉണ്ട്, ബസ്സും അടിപൊളിയാണ്. പിന്നെ ബിഷ്കെക്കിൽ മെട്രോ ഇല്ല, ബസ് മാത്രമാണ് ഇവിടുത്തെ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിട്ടുള്ളത്. പിന്നെ ടാക്സീസും ഉണ്ട്. അപ്പോൾ ടാക്സി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലത് നിങ്ങൾ ഓൺലൈൻ ടാക്സി എടുക്കുന്നതാണ്. 3 രാജ്യത്ത് നിങ്ങൾക്ക് യാൻഡെക്സ് ഗോ എന്നൊരു ആപ്പ് വഴി നിങ്ങൾക്ക് ഇത് ടാക്സി എടുക്കാൻ പറ്റും. അത് ഭയങ്കര ചീപ്പാണ്. ഉസ്ബെക്കിസ്ഥാനിലൊക്കെ ഭയങ്കര ചീപ്പാണ്. ഇന്ത്യയിൽ 100-200 രൂപ കൊടുത്തവരെ നമുക്ക് 10-20 മിനിറ്റുള്ള യാത്രകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അവിടെ ലാംഗ്വേജിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഇഷ്യൂ ഒന്നും അതിലേക്ക് ഉണ്ടാവില്ല. കാരണം ഓൺലൈനാണ് എല്ലാ കാര്യങ്ങളും. നമ്മൾ ഊബർ, ഓല പോലത്തെ ഉള്ള ഒരു ആപ്പാണ്. അപ്പോൾ നിങ്ങൾ സെൻട്രൽ ഏഷ്യയിൽ എവിടെ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ആപ്പാണ് ഈ യാൻഡെക്സ് ഗോ എന്ന് പറഞ്ഞൊരു ആപ്പ്. പിന്നെ ട്രെയിനിൻ്റെ കാര്യമാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ലോങ് ഡിസ്റ്റൻസ് ട്രെയിനുകളുണ്ട്. ശരിക്കും വേണം നിങ്ങൾക്ക് താഷ്കൻഡിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് അൽമാട്ടിയിലേക്ക് 17 മണിക്കൂറുള്ള ട്രെയിനൊക്കെ എടുക്കാൻ പറ്റും. ഉസ്ബെക്കിസ്ഥാൻ്റെ കസാഖിസ്ഥാൻ ബോർഡർ ഞങ്ങൾ നടന്ന് കയറിയിട്ട് അവിടുന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു സിറ്റിയായ ഷിംകെൻഡ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടുന്ന് അൽമാട്ടിയിലേക്ക് നിങ്ങൾ ട്രെയിൻ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ട്രെയിൻ എന്ന് പറഞ്ഞാൽ നല്ല വലിയ സെറ്റപ്പ്, നല്ല സൗകര്യമുള്ള ട്രെയിനായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് 2 പേർക്ക് 200 ദിർഹംസ് കൊടുത്താൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് ഒരു റൂം കിട്ടും. ഒരു ഷവറും ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റൂം കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കസാഖിസ്ഥാൻ്റെ ഒരു ട്രെയിനാണ് ഞങ്ങൾ എടുത്തത്. അപ്പം അതാമെന്താ മെച്ചം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം ഓവർനൈറ്റ് ട്രെയിനൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അധികം പിന്നെ എന്താ പറയുക ഹോട്ടൽ റൂം എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അവിടെ ഹോട്ടൽ റൂമിൻ്റെ ചെറിയൊരു സെറ്റപ്പ് ആ റൂമിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടും. ട്രെയിനൊക്കെ കുറച്ച് പതുക്കെയാണ് പോവുക, എന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ട്രെയിനായിരുന്നു. ഏകദേശം ഒരു 11 മണിക്കൂറുള്ള ട്രെയിനാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ നിങ്ങൾ താഷ്കൻഡിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുകയാണെങ്കിൽ, താഷ്കൻഡ് ടു അൽമാട്ടി ഡയറക്റ്റ് ട്രെയിൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 17 മണിക്കൂറോളം യാത്ര ചെയ്യാനുണ്ടാവും. പിന്നെ ഞങ്ങൾ സിറ്റിയിലൊക്കെ ഞങ്ങൾ യാത്ര ചെയ്തത് ബസ് ഉപയോഗിച്ചിട്ടും പിന്നെ ഓൺലൈൻ ടാക്സി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ബസ്സൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ഒരു മാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നല്ലതാണ്. ഗൂഗിൾ മാപ്പിനെക്കാട്ടും നല്ലൊരു യാൻഡെക്സിൻ്റെ ഒരു മാപ്പുണ്ട്, യാൻഡെക്സ് മാപ്പ് എന്ന പറഞ്ഞ ആപ്പുണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അതിൽ കറക്റ്റ് സമയത്ത് നിങ്ങൾ ഏത് ബസ് എടുക്കണം, എന്ന സ്ഥലത്തേക്ക് പോകണം, കറക്റ്റ് ഏത് എടുക്കണം, മെട്രോ എടുക്കണം, അത് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് കാണിച്ചു തരും. അപ്പോൾ ഞങ്ങൾ ഈ 3 രാജ്യങ്ങളിലും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച 2 ആപ്പ് എന്ന് പറഞ്ഞാൽ യാൻഡെക്സ് ഗോൻ്റെ ടാക്സി ആപ്പും യാൻഡെക്സിൻ്റെ ഒരു മാപ്പുമാണ്. അപ്പം അത് നല്ലൊരു ഹെൽപ്ഫുൾ ആയിരുന്നു ഞങ്ങൾക്ക് ഇവിടെ. പിന്നെ നിങ്ങളിപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു ഓഫ്ലൈൻ മാപ്പ് maps.me എന്ന് പറഞ്ഞൊരു മാപ്പ് ഉണ്ട്, ഓഫ്ലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തൊക്കെ പറ്റും. അത് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ചില സ്ഥലങ്ങളിലൊക്കെ പോയാൽ ഇവിടെ മൊബൈലിൽ കവറേജ് കുറവാണ്, ഇൻ്റർനെറ്റ് ഉണ്ടായിക്കോളുന്നില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നിങ്ങൾ റെൻ്റേ കാർ എടുക്കുന്ന കാര്യം, റെൻ്റേ കാർ പൊതുവേ ഈ 3 രാജ്യങ്ങളും ഭയങ്കര അവൈലബിലിറ്റി കുറവാണ്. അപ്പം ഞാൻ മിക്ക സൈറ്റുകളിൽ നോക്കിയിട്ടും എനിക്ക് പിന്നെ അങ്ങനെ റെൻ്റേ കാർ അവൈലബിൾ അല്ലായിരുന്നു. അങ്ങനെ വലിയ കമ്പനികളൊക്കെ ഇവിടെ കുറവാണ്. പിന്നെ കൂടുതലും എടുത്ത് ഇവിടുത്തെ ലോക്കൽ കമ്പനീസാണ്. അപ്പോൾ ഞാനെപ്പോഴും നിങ്ങളോട് റെൻ്റേ കാർ എടുക്കേണ്ടതെന്നാണ് പറയുക. അവിടെ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. ട്രാഫിക് ആണെങ്കിലും അവിടുത്തെ ലോസ് ആണെങ്കിലും ഒക്കെ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നെ നിങ്ങൾ പോലീസ് പിടിച്ചാൽ നിങ്ങൾ കൂടുതലും നിങ്ങളോട് ഒന്നെങ്കിൽ ഇൻ്റർനാഷണൽ ലൈസൻസ് ചോദിക്കും, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾ റഷ്യയിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടൊക്കെ സെറ്റ് ചെയ്യണം. മീൻസ് അത് എന്തോ ഒരു നോട്ടറിയൊക്കെ എന്തോ അറ്റസ്റ്റ് ചെയ്തിട്ട് എന്തൊക്കെ വരണം. അപ്പം അത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സിറ്റിയിലെ ട്രാഫിക്കും കുറച്ച് ഹാർഡാണ്. നിങ്ങൾക്ക് സിഗ്നൽസിൽ നിന്നൊക്കെ നമുക്ക് കുറച്ചൊന്ന് മനസ്സിലാക്കാൻ നമ്മളെ പരിചിതമല്ലാത്തൊരു രീതിയിലുള്ള സിഗ്നൽസും കാര്യങ്ങളൊക്കെ ആണുള്ളത്. ഇപ്പോൾ ഇവിടുന്ന് 2 ഡയറക്ഷനിലേക്കും ഒരേ സമയം സിഗ്നൽ ഓപ്പൺ ആവും. പക്ഷേ നമുക്ക് ലെഫ്റ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ സിഗ്നലിൻ്റെ മുൻപോട്ട് കയറ്റി നിർത്തണം. അപ്പം പിന്നെ നമ്മൾ മുൻഭാഗത്തു നിന്ന് വണ്ടി വരുന്നില്ല നമ്മൾ ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ലെഫ്റ്റിലേക്ക് എടുക്കാൻ പറ്റൂ. ലെഫ്റ്റിലേക്ക് എടുക്കുകയാണെങ്കിലും അവിടെ
പെഡസ്ട്രിയൻ സിഗ്നലും ഓണായിരിക്കും. അങ്ങനത്തെ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ്, ഭയങ്കര ശ്രദ്ധിച്ച് വേണം നമ്മളിവിടെ ഡ്രൈവ് ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ ചെയ്തതാണ്, ഞങ്ങൾ ഉസ്ബെക്കിൽ ഒരു ദിവസം വണ്ടി എടുത്തിരുന്നു. പക്ഷേ നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി തോന്നി അവിടുത്തെ ഒരു ലോസും, പിന്നെ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ റെൻ്റെക്കാറിൻ്റെ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കസാഖിസ്ഥാൻ ഞങ്ങൾ തീരെ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഫുള്ള് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും പിന്നെ ഒരു പാക്കേജും എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ടൂർ പാക്കേജിൻ്റെ കൂടെ 2 ദിവസം പോയിട്ട് ചെയ്യുന്ന ഒരു പാക്കേജും എടുത്തിട്ടുണ്ടായിരുന്നു. കിർഗിസ്ഥാൻ ഞങ്ങൾ 3 ദിവസത്തേക്ക് വണ്ടി എടുത്തു. ഒരു 4x4 SUV എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ദിവസം $70 വെച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ വണ്ടി എടുത്തത്. അതൊരു നല്ലൊരു മിസ്തുബിഷി ഔട്ട്ലാൻഡർ എന്ന വണ്ടിയായിരുന്നു. 4x4 ആണ് ഇവിടെ കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു കിർഗിസ്ഥാനൊക്കെ, കാരണം കുറച്ചുകൂടി ഹില്ലി ഏരിയ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ ഇസക്കുൽ ലേക്കിൻ്റെ ഭാഗം ഒന്ന് കറങ്ങിയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഇവിടെ കൂടുതൽ പൊതുവേ ഉള്ളത് പിന്നെ റെൻ്റെക്കാറിന് ഒരു ലിമിറ്റ് ഉണ്ടാവും, ഡെയിലി ലിമിറ്റ് 300 കിലോമീറ്റേഴ്സൊക്കെ അവർ ലിമിറ്റ് തരും. അപ്പോൾ നമ്മൾ ഇസക്കുൽ ലേക്ക് ഭാഗത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ അത്യാവശ്യം ഓടാനുണ്ട്. ഞങ്ങൾ ഏകദേശം 1250 കിലോമീറ്ററോളം 3 ദിവസം കൊണ്ട് ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റെൻ്റെക്കാറിൻ്റെ ആളുമായിട്ട് സംസാരിച്ച് അവർ അൺലിമിറ്റഡ് ആക്കി തരികയാണ് ചെയ്തത്. ദിവസം ഡെയിലി ലിമിറ്റ് 300 മാറ്റിയിട്ട് അൺലിമിറ്റഡ് നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞങ്ങൾ എടുത്ത റെൻ്റെക്കാർ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു കമ്പനി എന്നല്ല, ഒരു പേഴ്സൺ നടത്തുന്ന റെൻ്റെക്കാർ പോലത്തെ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കംഫർട്ട് ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ റെൻ്റെക്കാർ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഡെപ്പോസിറ്റ് കൊടുക്കണം. അത് നിങ്ങൾ എടുക്കുന്ന ദിവസത്തിനനുസരിച്ചായിരിക്കും. ഏകദേശം ഒരു $300-400 അല്ലെങ്കിൽ $300 മുതൽ $500 വരെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു $500 ഡെപ്പോസിറ്റാണ് അവർക്ക് കൊടുത്തത്. അത് വലിയ കമ്പനി അല്ലാത്ത രീതിയിൽ റെൻ്റെക്കാർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആ തിരിച്ച് വരുമ്പോൾ തന്നെ ഫുൾ ഡെപ്പോസിറ്റ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ മറ്റുള്ള കമ്പനിയിൽ നിന്ന് എടുക്കുമ്പോൾ അവർ കുറച്ചൊരു $100 അവിടെ വെക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാഫിക് ഫൈൻസോ എന്തെങ്കിലും പോലീസിൻ്റെ എന്തെങ്കിലും പിന്നെ നമ്മൾ സിഗ്നൽ വയലേറ്റ് ചെയ്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഫൈൻ അവർ ഈടാക്കാൻ വേണ്ടി അവർ $100 അവർ അവിടെ എടുത്തു വെക്കും. ഞാൻ പൊതുവെ ബാക്കി രാജ്യങ്ങളിൽ കണ്ടിട്ടുള്ളത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് അവർ ഡെപ്പോസിറ്റ് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമ്മൾ ഡയറക്റ്റ് പൈസ കൊടുക്കണം. ഈവൻ പല സ്ഥലത്തും ക്രെഡിറ്റ് കാർഡിൽ നിങ്ങൾക്ക് റെൻ്റെക്കാറിന് പേ ചെയ്യാൻ പറ്റില്ല, അവർ നമ്മൾ ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ ഡെപ്പോസിറ്റ് നമ്മൾ ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം. പിന്നെ അവർ നമ്മൾ അക്കൗണ്ടിലേക്ക് ഇട്ട് തരുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല, എനിക്ക് വരുമോ ഇല്ലെന്ന് അറിയില്ല. കാരണം എനിക്ക് ഇതുവരെ ഒരു ഡെപ്പോസിറ്റ്, ഞാൻ ഉസ്ബെക്കിസ്ഥാനിൽ വണ്ടി എടുത്തതിൻ്റെ ഡെപ്പോസിറ്റ് എനിക്ക് റിട്ടേൺ വന്നിട്ടില്ല. അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരെന്തോ അക്കൗണ്ടിലേക്ക് ഇടാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ഇവിടെ മൊത്തത്തിലുണ്ട് റെൻ്റെക്കാറിൻ്റെ കാര്യത്തിൽ. പിന്നെ ഇവിടുത്തെ സീസണിൻ്റെ കാര്യമാണെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് ഏത് സീസണാണ് ഇഷ്ടം എന്നനുസരിച്ച് അതിനനുസരിച്ച് വരാൻ പറ്റും. 3 രാജ്യങ്ങളിൽ നിങ്ങൾക്ക് വിൻ്റർ എൻജോയ് ചെയ്യാൻ പറ്റും, ഓട്ടം, സമ്മർ അല്ലെങ്കിൽ ഫാൾ സീസൺ, അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ വന്നത് ഒരു ഓട്ടം, ഒരു ഏപ്രിൽ പകുതിക്കായിരുന്നു ഞങ്ങൾ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ഗ്രീനറി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. പിന്നെ എല്ലായിടത്തും പോയാലും കുറേ ഫ്ലവേഴ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പോയാലും ഞങ്ങൾക്ക് ടുലിപ്പ് ഫ്ലവേഴ്സൊക്കെ ഒരുപാട് കാണാൻ പറ്റും. അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. കാരണം ഈ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ നടന്നാലും പാർക്കുകൾ ഒരുപാടുണ്ടാവും. ഒരുപാട് പാർക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് പാർക്ക് ഉണ്ടാവും. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും പാർക്കായിരിക്കും. ഒരു 10 അടി എടുത്ത് വെക്കുമ്പോൾ ഒരു വേറെ പാർക്കിലെത്തും. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തന്നെ ബിഷ്കെക്കിലെ ഒരു ഫേമസ് പാർക്കായ ഓക്ക് പാർക്കിലാണ്. പിന്നെ വിൻ്ററിലാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് വിൻ്റർ സീസൺ കുറച്ചുകൂടി കൂടുതലുള്ളത് കസാക്കിസ്ഥാനിലാണ്. കാരണം അവിടെ ഒരു ഏപ്രിൽ വരെ വിൻ്റർ സീസൺ ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയ സമയത്ത് ഏറ്റവും കൂടുതൽ മഞ്ഞ് കണ്ട സ്ഥലവും കസാക്കിസ്ഥാനിലായിരുന്നു. അവിടെ ഷിംബുലാക്ക് എന്ന് പറഞ്ഞൊരു സ്കീ റിസോർട്ട് ഉണ്ടായിരുന്നു. അവിടെയാണ് ഞങ്ങൾ കൂടുതൽ സ്നോ കണ്ടത്. ഒരു ഏപ്രിൽ പകുതിയായിട്ടും അത്യാവശ്യം സ്നോയും സ്കീയിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കസാക്കിസ്ഥാനിലൊക്കെ ജനുവരിയിലൊക്കെ വരികയാണെങ്കിൽ നല്ല വിൻ്റർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അത് നല്ലോണം പ്രിപ്പയർ ആയിട്ട് വരണം. പിന്നെ എന്ന് പറഞ്ഞാൽ കസാക്കിസ്ഥാൻ്റെ തലസ്ഥാനമായ അസ്താനയിലൊക്കെ ഭയങ്കര തണുപ്പാണ്. കാരണം -30, -40 ഒക്കെയാണ് ജനുവരി ഒക്കെ വരിക. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾ വരുന്ന സീസണും അവിടുത്തെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നോക്കുന്നത് നല്ലതാണ്. പിന്നെ ഇവിടുത്തെ സേഫ്റ്റിയാണ്. എനിക്ക് അങ്ങനത്തെ ഒരു സേഫ്റ്റി ഇഷ്യൂസ് ഒന്നും ഈ 15 ദിവസം യാത്ര ചെയ്തിട്ട് വന്നിട്ടില്ല. ആൾക്കാരൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. ആൾക്കാർക്ക് ഭാഷയുടെ പ്രശ്നം നല്ലോണം ഉണ്ടെങ്കിലും കൂടിയിട്ട് ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. കാരണം അങ്ങനെ എന്താ പറയുക, നമുക്കൊരു ബുദ്ധിമുട്ടാവുന്ന രീതിയിലെ പെരുമാറ്റമോ കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ആൾക്കാർക്ക് ഭാഷയ്ക്ക് നല്ല പ്രശ്നമുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വെള്ളത്തിൻ്റെ ഒരു വാട്ടർ എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ മനസ്സിലാവാത്ത ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊരു കൺസേൺ ആണ്. അപ്പോൾ നിങ്ങൾ വരുമ്പം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പോലുള്ള എന്തെങ്കിലും ട്രാൻസ്ലേഷൻ ആപ്പ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പല സമയത്തും ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്, ചിലതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്ഥലങ്ങളോ കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല. എങ്ങനെ എന്താ പറയുക, എവിടേക്കാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ഇന്ന സ്ഥലം എവിടെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. മറ്റൊരു കാര്യം ഇവിടുത്തെ റോഡുകളാണ്. റോഡുകൾ നമ്മൾ ഇന്ത്യയിലെ പോലത്തെ റോഡുകളായിട്ടേ തോന്നിയിട്ടുള്ളൂ. ചില സ്ഥലത്തൊക്കെ നല്ല റോഡുകൾ ഉണ്ടെങ്കിലും കൂടിയിട്ട് റോഡുകൾ കമ്പാരിറ്റീവ്ലി കുറച്ച് മോശം റോഡുകളാണ് പുറത്തേക്കൊക്കെ ഉള്ളത്. സിറ്റിയിൽ നല്ല റോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ പുറത്തേക്ക് ആണെങ്കിൽ അത്ര നല്ല റോഡുകളല്ല. പിന്നെ നിങ്ങൾ ചില സ്ഥലത്തൊക്കെ റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്, പുതിയ രീതിയിൽ റോഡുകളൊക്കെ വരുന്നുണ്ട്. എന്നാലും ഇത്ര നല്ല റോഡുകളല്ല ഉള്ളത്. പല സ്ഥലത്തും നമുക്ക് നല്ല മഡ് റോഡ് പോലത്തെ റോഡുകളൊക്കെ ഉണ്ട്. പണി നടക്കുന്നതുകൊണ്ടാണ് പല സ്ഥലത്തും അങ്ങനത്തെ റോഡുകളൊക്കെ കിട്ടിയിരുന്നത്. പിന്നെ നിങ്ങൾ കറൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഡോളറാക്കി കൊണ്ടുവരികയാണ് ചെയ്തത്. ദിർഹംസും മറ്റുമൊക്കെ നിങ്ങൾ ഡോളറാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ കറൻസി കൺവെൻഷൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ നിങ്ങൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ ചെറിയൊരു കറൻസി എക്സ്ചേഞ്ച് ചെയ്താൽ തന്നെ മില്യൺ കണക്കിന് പൈസ കിട്ടും.
ഉസ്ബെക്കിസ്ഥാനിൽ ഒരു ഇന്ത്യൻ രൂപ എന്ന് പറയുന്നത് ഏകദേശം 150 ഉസ്ബെക്കിസ്ഥാൻ സോം ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളൊരു $100 മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മില്യൻസ് നിങ്ങളുടെ കയ്യിലുണ്ടാകും. അത് കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല, അവിടെ ഒരു മില്യൻസിൻ്റെയൊക്കെ കറൻസി ഉള്ളതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്നാലും ഒരു നമുക്ക് കാൽക്കുലേഷനും കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. കസാക്കിസ്ഥാനിലേക്ക് വരികയാണെങ്കിൽ ഒരു ഇന്ത്യൻ രൂപ എന്ന് പറയുന്നത് ഏകദേശം 5.30 വരിക. അപ്പോൾ അത് കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി നമുക്ക് കാൽക്കുലേഷനൊക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതേസമയം കിർഗിസ്ഥാനിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ രൂപയും ഇത് ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാൽക്കുലേഷനൊക്കെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം 1.07 മറ്റുമാണ് ഒരു ഇന്ത്യൻ രൂപ ഇവിടെ കിർഗിസ്ഥാൻ സോമായിട്ട് വരിക. പിന്നെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡും അങ്ങനത്തെ ഡെബിറ്റ് കാർഡുകളൊക്കെ ഇവിടെ ചില സ്ഥലത്ത് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കിർഗിസ്ഥാനിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് നമ്മൾ UPI പോലത്തെ എന്തോ ഉണ്ട്. പക്ഷേ അത് നമുക്ക് ചിലപ്പോൾ കിട്ടിക്കോളണമെന്നില്ല. ഇവിടുത്തെ എന്തോ ഒരു പേയ്മെൻറ്റ് സിസ്റ്റമാണ്. കസാക്കിസ്ഥാൻ എന്നൊക്കെ ആണെങ്കിൽ പല സ്ഥലത്തു നിന്നും എനിക്ക് തോന്നുന്നു അവർ കൂടുതൽ എന്തോ അവരൊരു പേയ്മെൻറ്റ് സിസ്റ്റം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം പലപ്പോഴും നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസ് അവരുടെ കയ്യിൽ ഇല്ലാത്തൊരു അവസ്ഥയൊക്കെ വരാറുണ്ട്. കാരണം അവരുടെ കയ്യിൽ കറക്റ്റ് ചേഞ്ച് ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ കയ്യിൽ നിന്നും ക്യാഷ് ട്രാൻസാക്ഷനാണ് കൂടുതൽ നടത്തിയത്. ചില ഹോട്ടലൊക്കെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ ക്യാഷ് ട്രാൻസാക്ഷൻ തന്നെയാണ് കൂടുതൽ നടത്തിയത്. ഒരു 90% അങ്ങനെ തന്നെയാണ് നടത്തിയത്. കാരണം നമുക്ക് പിന്നെ ക്രെഡിറ്റ് കാർഡിന് എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ നോക്കുമ്പോൾ ചിലപ്പം ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കൂടുതലും ക്യാഷ് ട്രാൻസാക്ഷൻ തന്നെ നടത്തുകയാണ് ചെയ്തത്. പിന്നെ ഇവിടെ എക്സ്ചേഞ്ചുകളും ഒരുവിധം സ്ഥലത്ത് എല്ലാ സ്ഥലത്തും ഉണ്ട്. പിന്നെ നിങ്ങൾ ബോർഡറൊക്കെ കിടക്കുന്നതാണെങ്കിൽ ബോർഡർ ഏരിയയിൽ അൺഓതറൈസ്ഡ് എക്സ്ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആൾക്കാർ നമ്മൾ ക്യാൻവാസ് ചെയ്തിട്ടൊക്കെ പൈസ മാറുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ കാര്യമായിട്ട് റെഫർ ചെയ്ത 1-2 യൂട്യൂബ് ചാനൽസും കൂടി ഞാൻ പറഞ്ഞുതരാം. ME പാസ്പോർട്ട് എന്ന് പറഞ്ഞൊരു ചാനലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ചാനലാണ് ഞാൻ കാര്യമായിട്ട് റെഫർ ചെയ്തത്. കാരണം അവർ ഏകദേശം ഇതേ ഒരു പ്ലാനിൽ തന്നെയാണ് ഈ 3 രാജ്യങ്ങളും സന്ദർശിച്ചത്, ലാൻഡ് ബോർഡർ ക്രോസ് ചെയ്തിട്ട്. പിന്നെയുള്ളത് ട്രാവൽ വിത്ത് മുർഷിദ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ടായിരുന്നു. അപ്പോൾ അവൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് വഴിയാണ് ഈ 3 രാജ്യങ്ങളും സന്ദർശിച്ചത്, ലാൻഡ് ബോർഡർ വഴിയിൽ. അപ്പം നിങ്ങൾക്ക് അത് രണ്ടും റെഫർ ചെയ്യാവുന്നതാണ്. ഈ സെൻട്രൽ ഏഷ്യ ട്രിപ്പിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഇനിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. പറ്റുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനിടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം. വീഡിയോ കണ്ടതിന് നന്ദി.